എന്റെ ലൈവ് ഞാൻ ഇപ്പൊ എങ്ങനെ എടുക്കും? സ്ക്രീൻ ഷെയർ അല്ലേ ഇവിടെ ഇട്ടിട്ടുണ്ട്. അവന്റെ ലൈവ് കാണിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുന്നല്ലേ? സ്റ്റിൽ ടു മൈ ബേബ് റെക്സോ. ആരെ ഒന്നും അപരാധിക്കാനോ ഇതാക്കാനോ നിക്കണ്ട. അപരാധമൊന്നുമില്ല. ഇത് നോക്കിക്കോ, ശരിക്കും നോക്കിക്കോ. We can do nothing. പിസിയിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലക്കാണ് മോണിറ്റർ. അതായത് ഫുൾ സ്റ്റെപ്പ് ഒന്നും നടക്കൂല. പി സി പറഞ്ഞ സാധനം നല്ല പൈസയോ. അഡ്മിൻ ഹോൾഡ് ആക്കിയാന്നേ. ഇതൊരു കരാജാന്നേ. പറഞ്ഞോ സാറേ. ഹലോ പറഞ്ഞോ സാറേ. ഡിയോജ് വെറുതെ ഫയർ ചെയ്താ? അറിഞ്ഞോളാം സാറേ. ഇങ്ങോട്ടാണ് ഫസ്റ്റ് ഫയർ ചെയ്തത്, മനസ്സിലായോ? ഞങ്ങളോട് വണ്ടി എടുക്കാൻ ഇങ്ങോട്ടാണ് ഫസ്റ്റ് ഫയർ ചെയ്തത്. അടിക്കുന്നടാ, അടിച്ചടാ. എടാ എന്തൊരു തായോളിയാന്നടാ. അല്ല ഞാൻ എന്ത് കാട്ടണ്ടേ? ഞാൻ എന്ത് ചെയ്ത ഇവിടെ? ഇത് കോബേറ്റിങ്, പക്ക കോബേറ്റിങ്. ഇവരോട് സംസാരിച്ചിട്ട് നേരെ ഒന്ന് അടിച്ചിട്ട് ഒന്നുമില്ല, നേരെ അടിച്ചു കൊന്ന്. അത് നിന്റെ VOV അല്ലേ? ബാക്കി FRP വലിച്ചല്ലേ? ഞാൻ FRP കളിച്ചിട്ടില്ല. What the fuck bro? ഇത് ഹെൽപ്പ് ഇട്ട് കൊറേ നേരം ഹെൽപ്പ് ഇട്ട് ആരും വന്നില്ല. ലാസ്റ്റ് അഡ്മിന് റീസ്പോൺ അടിച്ചു വിടും. What the fuck bro? What the fuck? എന്നിട്ട് അഡ്മിന് ലാസ്റ്റ് റിവാക്കി അങ്ങ് വിടും. ഒന്ന് സംസാരിക്കാൻ പോലും വരില്ല ഹെൽപ്പ് ഇട്ടിട്ട്. നോക്കിക്കോ എന്നാ സാറേ. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട്, നിങ്ങൾ അപ്പർ സൈഡ് സപ്പോർട്ട് ആക്കാതെ സപ്പോർട്ട് ഇല്ലാതെ മ്യൂച്വൽ ആയിട്ട് പറയും. ആ മ്യൂച്വൽ ആയിട്ട് പറ. ഇതെന്താ ഇത്? ആ അതാ പറഞ്ഞ. അറിയാതില്ലെങ്കിൽ പറയരുത്, മനസ്സിലായ? നമ്മളെന്തോ നമ്മളെന്തോ കുറ്റം ചെയ്ത നിങ്ങൾ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പിടിന്ന് ഇറങ്ങിയാൽ റിസർട്ട്. ഇത് ഇവര് ഈ ചന്ദ്രൻ വേഴ്സസ് ചന്ദ്രനിൽ കുടുങ്ങുന്നത് പൊട്ടന്മാരായി. നമ്മൾ കുറച്ച് പീടി പൊട്ടന്മാരാണ് കുടുങ്ങുന്നത്. ഒരു 8-9 വീടി ഇന്ന് റിസൈൻ ഇട്ടിട്ടുണ്ട്. നീ നോക്കിക്കോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. കൺസൈൻമെന്റ് കഴിഞ്ഞ് എന്നിട്ട് ഇയാളോട് ഈ സംസാരിച്ചതിനുള്ള റിവെഞ്ചിന് ഇയാൾ എന്നോട് സംസാരിക്കാൻ നോക്കിക്കോ. ആര് ഭരത്തോ? ആ ഭരത്ത്. ആ റിവെഞ്ചിന് അടുത്ത സംസാരിക്കാൻ നോക്കിക്കോ. അങ്ങ് പൊട്ടും. ഓക്കെ സാർ. ഈ കൊച്ചുകുട്ടി ഈ പെണ്ണിനെ അവൻ കൊന്നു. സാറേ പ്ലീസ് വണ്ടി ഇറങ്ങണേ കൈൻഡ്ലി റിക്വസ്റ്റ്. സാർ ബാക്കിൽ ഇരിക്കുന്ന സാറൊന്നും ഇവിടെ മുതുക്കിൽ ആരോ രണ്ടാളെ കൊന്നിട്ടിരുന്ന് ആ ഷാളുറക്സ് വിളിച്ച് പറഞ്ഞ പേടിയില്. അപ്പൊ വന്ന് നോക്കിയാന്നേ. സാറേ വെയിറ്റ് ആക്ക സാറേ. ഇല്ല സാറേ അവിടെ എന്താ നോക്കാൻ സാറേ പറഞ്ഞേ നോക്കാൻ. 7 days. ഇനി ബാക്കിയുണ്ട്. ബാക്കി നല്ല രസം നോക്കിയോ. അവിടെ 2 ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നു. ഇവരെന്നെ ഇങ്ങോട്ട് ഞാൻ അവിടെ ഒബ്സർവ് ചെയ്യല്ലേ ആക്ച്വലി. ഞാനത് വീഡിയോ ഇട്ട് മെയിൻ
ഇത് മാധവനോട് തെറ്റ്. ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത്. ഇവരാണ് എന്നോട് പറഞ്ഞു കാലിത് രണ്ടാളെ സസ്പെൻഡ് ചെയ്തു. എന്തൊരു അണ്ടിയാ ഇവൻ ഈ ചങ്ങായി നേരത്തെ ഈഗ പൊട്ടിച്ചതാണ് കുണ്ടച്ചി മോൻ അപരാധി തായോളി കുണ്ണൂറി മോൻ മൈരൻ നേരത്തെ തന്നെ കുണ്ണ അവന് പൊട്ടി ഇപ്പൊ തായോളിക്ക് നേരത്തെ തന്നെ കുണ്ണ കുഴി അല്ല ഇവൻ പക്ക റിവെഞ്ച് എടുത്താന്ന് മറ്റേ സിറ്റുവേഷൻ ഇവിടെ കൊണ്ട് തീർത്ത് അവിടെ ഒന്ന് പോയി നോക്കിയാൽ സസ്പെൻഷൻ നീ ആലോചിച്ച് നോക്ക്. നിന്നെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞ പുള്ളിയല്ലേ. പിന്നെ ഒരു ചത്തറ പിന്നെ കേസ് വരാം പിന്നെ നമ്മള് വായിലെടുക്കാനാ പീഡി കളിക്കുന്നേ. ഡിസ്മിസ് ആയില്ലേ ഹാപ്പി. നിനക്ക് എന്താടാ വയ്യ നോക്കിയ നീ നല്ല ഭാഗത്തുനിന്ന് കൺട്രോൾ ചെയ്യണേ. ലൈഫിൽ ഇരുന്ന് കണ്ട് നല്ല അപരാധാണെന്ന് ഓൾറെഡി ഇവിടെ ചാറ്റിൽ പറയുന്നുണ്ട് എല്ലാരും. നീയും ജോഷുവ എന്തെല്ലാം പ്രശ്നങ്ങളാ മുത്തേ. അല്ല ഇത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ എന്റെ കൂടെ മീൻസ് പരച്ചാറ് കഴിഞ്ഞിട്ട് താഴത്തുള്ള 2-3 റാങ്കുള്ള ആൾക്കാര് ഫുൾ ഇറങ്ങി എന്റെ ഇപ്പൊ അയ്യോ എനിക്ക് വയ്യ, ഞാൻ ഒന്നും പറയണില്ല ഇതിനൊന്നും. ഞാൻ ഒറ്റക്കല്ല ഇറങ്ങിയത് ഇവിടെ കാണാൻ പറ്റും. വി സിയിൽ വരാതൊന്നുമില്ല. വി സി ഇതാ ഇത്ര ആൾ ഇറങ്ങിയിട്ടുണ്ട്. കാലിദ്, റിനു, റൊസാരിയോ, ഞാന്, ലോക്കി ഇത്ര ആൾ ഇറങ്ങിയിട്ടുണ്ട്. 2-3 ആൾ പെടും അവിടെ വി സിന്ന് സംസാരിച്ച ആൾക്കാരൊക്കെ ഇടാൻ നിൽക്കുന്നു. അയ്യോ എന്തായാലും കൊള്ളാം. എല്ലാരും കണക്കാ, മനസ്സിലായോ? എല്ലാരും അല്ല ഇവര് ചന്ദ്ര വേഴ്സസ് ചന്ദ്രൻ അത് നമ്മളറിയണ്ട. നമ്മളത് പൊട്ടന്മാരാ ഇതിന്റെ ഇടയിൽ മങ്കിയായി നിൽക്കുന്നു. എന്നിട്ട് നമ്മളെ അടിച്ചു കൊല്ലുന്നു, നമ്മളെ അപരാധിക്കുന്നു. ഹെൽപ്പ് ഇട്ട് ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എടാ അപ്പൊ RP ആണെന്നുള്ളത് നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ലേ? RP ആണോ എന്നുള്ളത്? RP ആണെന്ന് പറഞ്ഞു. നമ്മളതല്ലേ വെറുതെ വണ്ടിയിലിരുന്നത്. അടിയാവുന്ന നമ്മൾ വിചാരിച്ച സ്വപ്നത്തില്. ഇവര് തമ്മിൽ RP കളിക്കുന്നതില് നമ്മളവിടെ പോയിന്നതിന് നമ്മളടിച്ചു വന്നിട്ട് നമ്മളോട് അതും ടിവിയിലുള്ള ആൾക്കാരെ വന്ന് കൊണടിച്ചു നോക്കും. ഓക്കെ ഇത് മറ്റേ സിറ്റിയിൽ മറ്റേ പൊട്ടന്മാര് ഗ്രൈൻഡ് ചെയ്ത് നടക്കുന്ന പൊട്ടന്മാര് BM-ൽ ഏത് സിഗണ്ടികൾ വന്ന് കൊണക്കും. അല്ല കേൾക്കേണ്ട അവസ്ഥയും ഗ്യാങ് വന്ന് കൊണച്ച ഓക്കെ അടിച്ചിട്ട് ഗ്യാങ് ആണെന്ന് വിചാരിക്കാം. ഇത് ഗ്രൈൻഡ് ചെയ്ത് നടക്കുന്ന പൊട്ടന്മാരെല്ലാം വന്ന് കൊണക്കുന്ന അടിച്ചിട്ട് എന്തോ വലിയ സംഭവമായിട്ട്. മതി 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 വിട് വിട് വിട്. നോക്കിയ സീനായിന്നോ? നോക്കിയ കൺട്രോൾ പോയിന്നോ? നോക്കിയ അവിടെ തെറി വിളിക്കാൻ കൺട്രോൾ ആക്കുന്നോ? എന്തുവാ നോക്കിയ ഇവിടെ? എടാ നോക്കിയ എന്തുവാടാ? ആ പുണ്ടച്ചി മാമിനെന്ത് ഊമ്പാനാന്ന് വീട്ടിലിരിക്കുന്നതൊക്കെ പറയുന്നു. പട്ടിത്താളി ആര് പൂറിമോൻ ചുമ്മായിരി ചുമ്മായിരി ചുമ്മായിരി. എന്തുവാ മൂക്ക് കയറ്റു വരട്ടെ മൂക്ക് കയറ്റ ചില്ലാവ് 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 വെയിറ്റ് ആക്ക്. ഷെയ്ക്കാ വീഡിയോ നിർത്തേ. ആ റിയാക്ഷൻ വീഡിയോ നിർത്തേ. ആ ഷെയ്ക്കിന്റെ ഡിസ്കോഡിലെ ലാസ്റ്റ് വീഡിയോ നിർത്തേ. ഓഹോ പിന്നെ നീ എന്നാ കുണ്ണാക്കാ നീ കളിക്കണേ? നോക്കിയ പട്ടിപ്പൂറി മോനെ നീ പിന്നെ എന്നാ കുണ്ണക്കാ കളിക്കണത്? RP നിനക്ക് കുണ്ണ ഊമ്പാ വൈകി നീ വേറെ ഏതെങ്കിലും പോയി കളിക്കടാ മയിരേ. നീ എന്ത് പറിക്കാനാ പിന്നെ കളിക്കുന്നേ? RSL7 നോക്കിയാടാ പന്ന കഴിവേറി കഴിവില്ലാത്ത തന്തയില്ലാത്തവനെ നിന്റെ അടുത്താ ചോദിക്കണേ. നിനക്ക് പീടി കളിക്കുമ്പോ വെടി കൊള്ളും. കൊണ കാണിച്ചാ വെടി കൊള്ളും. വായി കയറും, ബുള്ളറ്റ് വായി കയറും, ഉണ്ട വായി കയറും. പിന്നെ ആരെ ഊമ്പാനാ കളിക്കണേ? നീ ആരെ ഊമ്പാനാ പിന്നെ ചെരക്കണ പീടിയിരുന്ന്? പണിക്ക് പോടാ. പിന്നെ നീ വേറെ എല്ലാം പണിക്കും പോടാ. ഇതല്ല നീ ഇപ്പം ചന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞിരുന്നാ? പറഞ്ഞു. അല്ല സിറ്റിയിലൊന്നും പറഞ്ഞില്ല. സിറ്റിയിൽ അടിച്ചിട്ടപ്പോൾ അല്ല ഇതിപ്പോ ചന്ദ്രനും നീയും കോളാണോ അത്? അല്ല ഇത് നോർമലി ഓൻ എന്തോ ചെയ്തതാണ്. ഓന്റെ ലൈവില് പ്ലേ ചെയ്ത് ക്ലിപ്പ് ഇട്ടതാണ്. നിനക്ക് ഇത്ര ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടൂല. മനസ്സിലായില്ലേ? നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടൂല, അത്രേ ഉള്ളൂ. അത് മനസ്സിലാക്കി കളി. നീ അത് മനസ്സിലാക്കി കളിച്ചായത്. എക്സ്പെഷ്യലി നീ അത് മനസ്സിലാക്കി കളിച്ചായത്.
അവൻ നീ ഇവിടെ ഊമ്പണ്ട. മോനെ ഒന്നും വേണ്ട വേണ്ട എടാ, നോക്കി- എടാ നോക്കിയാ മിണ്ടാണ്ട് പറയാറില്ല എന്റെ അടുത്ത് മിണ്ടാതിരി. നോക്കിയ വീട് ഫ്രസ്ട്രേഷൻ എന്റെ ഇത് വിഷമം മനസ്സിലാവൂടാ, അത് വീട് കുഴപ്പമില്ല. ഇത്ര ദിവസം ഒരു ഒന്നിനും പോയിട്ടില്ല, ചുമ്മാ വന്ന് അടിച്ചിടുന്നു. എടാ, നീ എന്നിട്ട് വീടാതെ- കണ്ട ക്ലബിന്റെ സാമാനം താങ്ങി ഒന്ന് അടിക്കാൻ വരുന്നവൻ തായോളി. ഒന്ന് ഇട്ടേടാ, ഒന്ന് കാണിച്ചെടുക്കട്ടെടാ. ഞാൻ കാണിക്കട്ടെ, അത് ഒന്ന് കാണിച്ചേടാ, അതൊന്ന് ഇട്ടേടാ ആരെങ്കിലും ഒന്ന് ഏടാ ചന്ദ്രന്റെ പേരെടുത്ത് വെച്ച് ഇങ്ങനെ വല്ലതും ഒന്ന് പറഞ്ഞാ കാണിച്ചു തന്നു. ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ചന്ദ്രനെ. ഞാൻ സിറ്റിയിൽ ഒക്കാട്ടിലും പോകാനായിട്ട് കഷ്ടപ്പെട്ട് ആ gang- അറ്റ്ലീസ്റ്റ് ആ എടാ gang BMA അവന്മാരെ കഷ്ടപ്പെട്ട് വന്നേടാ. അവർ നിന്റെ കാട്ടിൽ കഷ്ടപ്പെട്ട് സിറ്റിയിൽ ഗ്രൈൻഡ് ചെയ്ത് കുറെ വർഷങ്ങളായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇവിടെ അവന്മാരെ സ്വന്തമായിട്ട് അവന്മാരെ പേരുണ്ടാക്കി ലൈവ് ഇടുന്നുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും അവർ അങ്ങനെ ചെയ്യുന്നവന്മാരുടെ അന്തസ്സുണ്ടോ മാറി നിന്നെ കാട്ടിലും. മനസ്സിലായില്ലേ? നിന്നെ കാട്ടിലും 10 ഇട്ട് അന്തസ്സുണ്ടോ അവന്മാർക്ക്? മനസ്സിലായില്ലേ? അവന്റെ കാല് കഴുകി കുടിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. മനസ്സിലായില്ലടാ പന്നനെ. കാലേകാൻ എടാ നോക്കിയേ, ഞാൻ നിന്റെ അടുത്ത് ഒരു വട്ടം ഞാൻ പറഞ്ഞു, ഞാൻ ഇനി സംസാരിക്കില്ലെന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, മനസ്സിലായാ? മനസ്സിലായ? അതിനുള്ള ഒരു യോഗ്യത നിനക്കില്ല. എന്നിട്ട് നീ അവനെ പറയുന്ന അവന്മാരെ പറയുന്ന എന്നിട്ട് നിന്നെ കൊണ്ട് പറ്റൂടാ ആർപ്പി ചെയ്യാൻ? നിന്നെ കൊണ്ട് പറ്റുമോ ആർപ്പി ചെയ്യാൻ? നീ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് പഠിക്കുന്ന ആർപ്പി ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് പഠിക്കുന്ന ഇരുന്ന്. ഈ വിളിക്കുന്ന പറയുന്നൊക്കെ ഒന്ന് ആട് ബ്രോയ്ക്ക് അയച്ചു കൊടുത്തേക്കെ കേട്ടോ. ഇതൊന്ന് കാണട്ടെ. നമ്മളിപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ ഇന്ന് എന്തായാലും. ഇതെന്താ ഇതൊന്നും ഇല്ല, ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. ആർക്ക് അയച്ചു? അല്ല ഞാൻ തന്നെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടായിരുന്നു ആട് ബ്രോയുടെ, ഒന്ന് അയച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞു. നീ ലൈവിലിരുന്നാണ്ട് എന്തേലും പറഞ്ഞിരുന്നോ? ഞാൻ ലൈവിൽ ഇരുന്ന് പറഞ്ഞ ശരിക്കും ഞാൻ ഇവരെ TVS ചന്ദ്രൻ ഈ സാധനം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ലൈവിൽ ആകെ പറഞ്ഞ ഈ BM കുണ്ണാക്ക് എന്തിനാ എത്ര ഇത് ഈ ഗ്യാങ് അല്ലാത്ത ഇവന്മാരെങ്ങനെ സിറ്റുവേഷൻ എടുക്കാൻ വരുന്ന ഇതൊന്നും അഡ്മിൻ കാണൂല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരുത്ത് വന്ന് കൊണച്ചപ്പോ ഓനെന്തോ തെറി വിളിക്കും. അത് ഈ ചന്ദ്രൻ പോലും അല്ല മറ്റേ കൊണക്കാൻ വരുന്നത്, ഏതോ ഒരു പൊട്ടൻ ചന്ദ്രനെ പറഞ്ഞു എന്നുള്ള ആകെ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അത് ചന്ദ്രനാന്ന് എനിക്ക് അറിയത്ത് പോലെയെന്ന്. ഞാൻ അടിച്ചു കൊല്ലുന്ന ടൈമിൽ ഞാൻ എന്തോ പറയും, അനങ്ങാ നിൽക്കുമ്പോ അടിച്ചു കൊല്ലുമ്പോ ഞാൻ എന്തോ പറയും. ഇവിടെ നോക്കാം. ഇത് മാത്രമാണ് ഞാൻ അതിനെ പറ്റി ഒന്നും സംസാരിക്കണ്ട. നിന്നോട് ലൈവ് എൻഡ് ചെയ്യാനാ പറയാറുണ്ട്. നീ ലൈവിലിരുന്ന് ഇനി ഒന്നും സംസാരിക്കണ്ട, ലൈവ് ഓഫ് ആക്കിയേക്ക്. എടാ വിപ്സി ഒരു മാച്ചും കൂടി ഇട്ടാണ്. ഇതാണ് ആകെ ചന്ദ്രന പറയുന്ന സാധനം. അടിക്കുന്നടാ, അടിച്ചടാ. നോക്കിക്കേ, ശരിക്കും അടുത്താ. നോക്കിക്കോ. എടാ എന്തൊരു തായോളിയാന്നടാ. ഇതില് ചന്ദ്രനെ അടിക്കുന്നത് പോലെ എനക്കറിഞ്ഞൂടാ. എന്തോ ഒരു തായോളിയാന്നടാ പറഞ്ഞു. ചന്ദ്രനാണ് അടിച്ചത്, അത് എനക്ക് അറിയില്ലേന്ന്. അത് നീ അവനാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അവനാണെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതിന് മൊത്തം വിളിക്കുന്നത്, വീട്ടുകാരെ മൊത്തം വിളിക്കുന്നതിനാണ്. എടാ നീ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്, മനസ്സിലായോ? അത് വിട്. ഇനി അത് കൂടുതൽ പറയല്ലേ, അത് നമുക്ക് നോക്കാം. എന്തായാലും സംസാരിക്കാം. ഇവര് ഇങ്ങനെയാണ് ചോദിക്കുക, പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഞാനൊന്നും പറയുന്നില്ല. വിട് അതിനെ പറ്റി ഇനിയിപ്പോ ആരും സംസാരിക്കണ്ട. നീ അത് വിട്ട് അതിനെ പറ്റി ഇനി സംസാരിക്കണ്ട ലൈവില്, മനസ്സിലായോ? നോക്കിയാ തൊള്ള തുറക്കരുത് ഞാൻ അതിനെ പറ്റി. കാണിച്ചു കൊടുക്കും. ഇക്കാച്ച ഈഗോ കയറ്റിയ ഇക്കാച്ച ജയിക്കും ഉറപ്പാ. വെക്കടാ അടുത്ത മാച്ച്. ആരോ ഒരാൾ ഇതിലില്ലല്ലോ. മാക്കും ബ്ലേക്കും ജോഷോ വിപ്സി. ചില്ലാവോ നോക്കാം നമുക്ക്. അതിപ്പം ഇതായില്ലേ, സംസാരിച്ചു നോക്കാം. അത് വെറുതെ ലൈവിൽ ഇരുന്നാണ്ട് അങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കുറേ പറയും, ഇപ്പം കുറേ പറയും. മാക്കേ കഴിഞ്ഞ കളി ആരേനോ മാക്ക് എത്ര